Good morning, dear students. Welcome back to our classes. Today we are going to study about the significance or importance of HRM. Human Resource Management-ന്റെ significance അഥവാ ഇമ്പോർട്ടൻസ് ആണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ HRM-ന്റെ സ്കോപ്പ് വരെയായിരുന്നു നോക്കിയിരുന്നത്. സോ ഇമ്പോർട്ടൻസ് അഥവാ സിഗ്നിഫിക്കൻസ് ചോദിച്ചാൽ 3 മെയിൻ ഹെഡ്സിലാണ് ഇത് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഇമ്പോർട്ടൻസ് ഫോർ ദ ഓർഗനൈസേഷൻ, ദെൻ സെക്കൻഡ് വൺ ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എംപ്ലോയീസ് ആൻഡ് ദ തേർഡ് വൺ ഇസ് ഇമ്പോർട്ടൻസ് ഫോർ ദി സൊസൈറ്റി. ഓക്കെ, അപ്പം 3 ഹെഡ്സിലാണ് ഇമ്പോർട്ടൻസ് അഥവാ സിഗ്നിഫിക്കൻസ് പഠിക്കേണ്ടത്. ഏതൊക്കെയാണ്? ഇമ്പോർട്ടൻസ് ഫോർ ദ ഓർഗനൈസേഷൻ, ഇമ്പോർട്ടൻസ് ഫോർ ദ എംപ്ലോയീസ് ആസ് വെൽ ആസ് ഇമ്പോർട്ടൻസ് ഫോർ ദി സൊസൈറ്റി. അതിൽ ഓർഗനൈസേഷനിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓർഗനൈസേഷനിൽ വരുന്ന ആദ്യത്തെ പോയിന്റ് ബെസ്റ്റ് പീപ്പിൾ എന്നാണ്. ഇറ്റ് മീൻസ് ദാറ്റ് ദ ഗുഡ് ഹ്യൂമൻ റിസോഴ്സ് പ്രാക്ടീസസ് ഹെൽപ്പ് ഇൻ അട്രാക്റ്റിംഗ് ആൻഡ് റീറ്റെയിനിങ് ദ ബെസ്റ്റ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൽ ഏറ്റവും നല്ല എംപ്ലോയീസിനെ അഥവാ ബെസ്റ്റ് പീപ്പിളിനെ അട്രാക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരെ നിലനിർത്താനും അഥവാ റീറ്റെയിൻ ചെയ്യാനും നല്ല ഹ്യൂമൻ റിസോഴ്സ് പ്രാക്ടീസസ് ഹെൽപ്പ് ചെയ്യുന്നു. സോ HRM-ൻ്റെ ഓർഗനൈസേഷനിലുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പീപ്പിളിനെ അട്രാക്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ അവർ വിട്ടു പോകരുത്, നമ്മുടെ സ്ഥാപനം വിട്ടു പോകരുത്, റിസൈൻ ചെയ്ത് പോകാതെ അവരെ പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. രണ്ടാമത്തത് റൈറ്റ് പീപ്പിൾ. ബിക്കോസ് ഇൻ ദിസ് മോഡേൺ സൊസൈറ്റി we have to make use of latest technology and this technology should be operated by the right type of people. ഇപ്പം നമ്മൾ ഇന്നത്തെ ഒരു യുഗത്തിൽ ഒത്തിരി മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസാണ് പല കമ്പനികളിലും യൂസ് ചെയ്യുക. അപ്പോൾ ഈ പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരെ ആവശ്യമാണ്, അല്ലേ? സോ വി നീഡ് ദ റൈറ്റ് ടൈപ്പ് ഓഫ് പേഴ്സൺസ് ഹു ക്യാൻ ഹാൻഡിൽ ഓൾ ദീസ് ന്യൂ ടെക്നിക്സ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കുക. അതായത് നമുക്ക് വേണ്ട ജോബ് പൊസിഷൻ എന്താണോ ആ പൊസിഷന് വേണ്ട സ്കിൽസൊക്കെ ഉള്ള റൈറ്റ് ആയിട്ടുള്ള പീപ്പിൾ, അതായത് വളരെ ആപ്റ്റ് ആയിട്ടുള്ള അതിന് അനുയോജ്യമായിട്ടുള്ള ആൾക്കാരെ അഥവാ എംപ്ലോയീസിനെ വേണം സെലക്ട് ചെയ്യാൻ. അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ദെൻ ദ തേർഡ് വൺ ഇസ് ക്വാളിറ്റി ഓഫ് ദ പീപ്പിൾ. ഗ്ലോബലൈസേഷൻ വന്നപ്പോഴത്തേക്ക് പല രാജ്യങ്ങളിലായി നമുക്ക് ഒത്തിരിയധികം, അതായത് തൗസൻഡ്സ് ഓഫ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് എംപ്ലോയീസ് അവൈലബിൾ ആണ്. പല രാജ്യത്തുനിന്നും നമുക്ക് അവൈലബിൾ ആണ്. ഈവൻ നമ്മുടെ കേരളത്തിലെ കേസ് എടുത്താൽ മതി. കേരളത്തിൽ സ്കിൽ ജോബ് ചെയ്യാനും അല്ലെങ്കിൽ അൺസ്കിൽഡ് ജോബ് ചെയ്യാനും നമുക്ക് പുറത്ത് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ ബംഗാളികളെന്ന് പറയും, മേ ബി ഒറിജിനൽ ബംഗാളികളായിരിക്കില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ പുറത്തുനിന്ന് വന്നവരെ പൊതുവേ നമ്മൾ വിളിക്കുന്ന പേരാണിപ്പോൾ ഈയിടെയായിട്ട് കണ്ടുവരുന്ന ട്രെൻഡാണ് ബംഗാളികളെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇവർ ഇങ്ങനെയുള്ള ഒത്തിരി കാറ്റഗറി ആൾക്കാർ അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഇതുപോലെ രാജ്യത്തിന് അക്രോസ്ഡ് ആയിട്ടും ഒത്തിരി അധികം എംപ്ലോയീസ് അവൈലബിൾ ആണ്. ബട്ട് വെൻ വി ആർ സെലക്ടിങ് ആൻ എംപ്ലോയി വി ഷുഡ് ട്രൈ ടു സെലക്ട് എ പേഴ്സൺ ഹു ഹാസ് ദ റൈറ്റ് ക്വാളിറ്റി ഫോർ ദാറ്റ് പൊസിഷൻ. നല്ല ക്വാളിറ്റിയുള്ള എംപ്ലോയീസിനെ അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള പീപ്പിളിനെ എംപ്ലോയി ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തുക. അത് HRM-ൻ്റെ ഒരു ഫീച്ചറാണ്. ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് HRM. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇസ് എസെൻഷ്യൽ ടു മീറ്റ് ദ ചലഞ്ചസ് ഇൻ ദ ഫ്യൂച്ചർ. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിന് ഫ്യൂച്ചറിലുണ്ടാകാവുന്ന ചലഞ്ചസ് ഒക്കെ മീറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. അതിനനുസരിച്ചുള്ള ആൾക്കാരെ വേണം, ടാലൻ്റ് ഉള്ളവരെ വേണം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് സെലക്ട് ചെയ്യാൻ. സോ ഓർഗനൈസേഷൻ ലെവലിൽ ഇമ്പോർട്ടൻസിൽ മെയിനായിട്ട് 4 പോയിൻറ്റ്സാണ് നമ്മൾ നോക്കിയത്. ഫസ്റ്റ് വൺ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അഥവാ പീപ്പിളിനെ അട്രാക്റ്റ് ചെയ്യുക, റീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. രണ്ടാമത്തത് റൈറ്റ് പീപ്പിൾ, അതായത് ലേറ്റസ്റ്റ് ടെക്നോളജി അല്ലെങ്കിൽ നമ്മളുടെ കമ്പനിയിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട മോസ്റ്റ് മോഡേൺ ടെക്നിക്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പോസ്റ്റിന് അനുയോജ്യമായ റൈറ്റ് പീപ്പിളിനെ വേണം, റൈറ്റ് എംപ്ലോയീസിനെ വേണം അപ്പോയിൻറ്റ് ചെയ്യാൻ. തേർഡ് വൺ പറഞ്ഞത് ക്വാളിറ്റി ഓഫ് പീപ്പിൾ ആയിരുന്നു. നല്ല ക്വാളിറ്റി എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ അപ്പോയിൻറ്റ് ചെയ്യുന്ന എംപ്ലോയീസ് ഫ്യൂച്ചർ ചാലഞ്ചസ് മീറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളവരായിരിക്കണം. ഇത്രയുമാണ് ഓർഗനൈസേഷണൽ ലെവലിലെ HRM-ൻ്റെ ഇമ്പോർട്ടൻസ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. Now the second one is importance for the employees.
HRM കൊണ്ട് എംപ്ലോയീസിനുള്ള ഗുണങ്ങൾ എന്താണ്, ഇമ്പോർട്ടൻസ് അഥവാ സിഗ്നിഫിക്കൻസ് എന്താണ്? ഫസ്റ്റ് വൺ ഇസ് മോട്ടിവേഷൻ. HRM വഴി നമുക്ക് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്രോപ്പർ ആണെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ആവുകയും അതുപോലെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. അതാണ് മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ റൈറ്റ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. It is also stressed upon so that employees can contribute their maximum to the achievement of the organizational objectives. നമ്മൾ എംപ്ലോയീസിന് അനുയോജ്യമായിട്ടുള്ള വളരെ കറക്റ്റായിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ ക്ലൈമറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ നന്നായി വർക്ക് ചെയ്യും എന്ന് പറയപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, നല്ല ചൂട് കൂടിയ രാജ്യമാണെന്ന് വിചാരിക്കുക. ഓഫീസ് വർക്കാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഹാർഡ് ലേബറാണ് ചെയ്യേണ്ടത്. അവിടെ അവർക്ക് അത്രയും ടെമ്പറേച്ചർ സഹിക്കാൻ പറ്റാത്ത ടെമ്പറേച്ചർ ആയിരിക്കും ഒരു പക്ഷേ. അപ്പോൾ അതിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ വലിയ ടർബൈൻസോ അല്ലെങ്കിൽ ഫാൻ തന്നെ നല്ല രീതിയിൽ അവർക്ക് കാറ്റ് കിട്ടുന്ന, എന്നാൽ വർക്കിനെ ഡിസ്റ്റർബ്ഡ് ആകാത്ത രീതിയിലുള്ള കാറ്റ് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു പ്രൊവിഷനോ അതല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് AC ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെഷീനറീസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത്, അല്ലെങ്കിൽ ഈവൻ ഓഫീസ് വർക്കിന് ചെയ്യാമല്ലോ. ഓഫീസ് വർക്കൊക്കെ ആണെങ്കിൽ സെൻട്രലൈസ്ഡ് AC കൊടുത്ത് അവരെ ഒരു കംഫർട്ട് സോണിൽ ഇരുത്തുക. അവരുടെ ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് അല്ലെങ്കിൽ വർക്ക് ക്ലൈമറ്റ് എന്ന് പറയുന്നത് പക്കയാക്കി കൊടുക്കുക. വർക്ക് ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ ആ ഒരു അറ്റ്മോസ്ഫിയറുമായി അഡ്ജസ്റ്റ് ചെയ്ത് നന്നായി വർക്ക് ചെയ്യും എന്ന് പറയപ്പെടുന്നു. അതാണ് HRMന് എംപ്ലോയീസിലുള്ള രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് വഴിയാണ് കൊടുക്കേണ്ടത്. ദെൻ ദ തേർഡ് വൺ ഇസ് ടീം വർക്ക് ആൻഡ് ടീം സ്പിരിറ്റ്. HRM പ്രോപ്പർ ആണെങ്കിൽ, അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഒക്കെ പ്രോപ്പറാണ്, എല്ലാം നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ എംപ്ലോയീസ് തമ്മിൽ നല്ലൊരു ടീമായി മാറുകയും ടീം വർക്കും ടീം സ്പിരിറ്റും ഒക്കെ കൂട്ടാൻ സാധിക്കും. ഈ ടീം വർക്ക് ടീം സ്പിരിറ്റ് ഒക്കെ കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കൂടും. ദെൻ ദ ഫോർത്ത് വൺ, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. എംപ്ലോയീസിന് വളരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ലൈക്ക് ജൂനിയറായിട്ട് കയറിയ ആളെ നമുക്ക് പ്രൊമോഷൻ കൊടുത്ത് ഒരു സീനിയർ ലെവലോട്ടാക്കാം. മേ ബി ജൂനിയർ ക്ലർക്കായി ജോയിൻ ചെയ്ത ആളായിരിക്കും, അയാളൊരു 1-2 കൊല്ലം കഴിയുമ്പം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇയർ കഴിയാൻ നേരത്ത് സീനിയർ ക്ലർക്കായി മാറുന്നു. ഓക്കെ, ആ രീതിയിൽ എന്തെങ്കിലും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസോ സാലറി ഇൻക്രിമെൻറ്റോ ഒക്കെ കൊടുക്കാൻ പറ്റും. മോർ ഓവർ, ലാസ്റ്റ് പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ്, കമ്മിറ്റ്മെൻറ്റ്. ഇറ്റ് ഓൾസോ എൻകറേജസ് പീപ്പിൾ ടു വർക്ക് വിത്ത് ഡിലിഗൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എല്ലാം പക്കയായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് ഓട്ടോമാറ്റിക്കലി നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ പറയത്തില്ല ജോലിയോട് ആ ഒരു കൂറുണ്ടാവും, അല്ലെങ്കിൽ എന്താ അതിൻ്റെ കറക്റ്റ് മലയാളം വേർഡ് ഐ എം നോട്ട് ഗെറ്റിംഗ് ദാറ്റ്. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ദാറ്റ്. നമ്മൾ പറയില്ലേ, നമ്മൾ നല്ല കമ്മിറ്റഡ് ആണ്, നമ്മൾ ആ വർക്കിനോട് അത്ര ആത്മാർത്ഥമായിട്ട് നിന്ന് വർക്ക് ചെയ്യും. അതാണ് കമ്മിറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 2 ഹെഡ്സ് നമ്മൾ പഠിച്ചു. വൺ വാസ് ദ ഇമ്പോർട്ടൻസ് ഫോർ ദി ഓർഗനൈസേഷൻ, ദെൻ ദി ഇമ്പോർട്ടൻസ് ഫോർ ദി എംപ്ലോയീസ്. ഓക്കെ, മൂന്നാമത്തത് സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് HRMൽ മൂന്നാമത്തതാണ് ഇനി പറയുന്നത്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഫോർ ദി സൊസൈറ്റി. സൊസൈറ്റിയിലെ ഇമ്പോർട്ടൻസ്, അത് 6 പോയിൻറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് പ്രൊഡക്ടിവിറ്റി ഗെയിൻസ്. പ്രൊഡക്ടിവിറ്റി ഗെയിൻസിന് ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് കോസ്റ്റ്. നമുക്ക് പ്രോഡക്ട്സിൻ്റെ കോസ്റ്റ് ടോട്ടലായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ തേർഡ് വൺ ഇസ് സേവ് സ്കേഴ്സ് റിസോഴ്സസ്. സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സുകളാണെങ്കിൽ അതിനെ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാനും അതിന് ലോസ് ഒന്നും ഇല്ലാതെ സേവ് ചെയ്യാനും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. ദെൻ ദ ഫോർത്ത് വൺ ഇസ് എൻഹാൻസ് പ്രോഫിറ്റ്. അവിടുന്ന് കിട്ടുന്ന ലാഭം കൂട്ടാൻ സഹായിക്കുന്നു. ദെൻ ദ ഫിഫ്ത്ത് വൺ ഇസ് ബെറ്റർ പേ ടു ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള സാലറി അഥവാ ബെറ്റർ പേയ്മെൻറ്റ് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ദ സിക്സ്ത് വൺ ഇസ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. എംപ്ലോയീസിന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല വർക്കിംഗ് കണ്ടീഷൻ, നമ്മൾ നേരത്തെ വർക്ക് ക്ലൈമറ്റ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഒരു ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കാൻ സാധിക്കുന്നു. ദീസ് ഓൾ ആർ ദ ഇമ്പോർട്ടൻസ് ഫോർ ദ സൊസൈറ്റി. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻസ് അഥവാ സിഗ്നിഫിക്കൻസ് ആണ് നോക്കിയത്.
ആദ്യം നോക്കിയത് പ്രൊഡക്ടിവിറ്റി ഗെയിൻസ് ആയിരുന്നു. ദെൻ റെഡ്യൂസ് കോസ്റ്റ്, ദെൻ സേവ് സ്കേഴ്സ് റിസോഴ്സസ്, എൻഹാൻസ് പ്രോഫിറ്റ്, better pay to employees, good working conditions. Okay. Now, functions of HRM. Human resource management inde important ആയിട്ടുള്ള functions എന്തൊക്കെയാണ്? രണ്ട് ഹെഡ്സിലാണ് ഇത് നോക്കുന്നത്. ഫസ്റ്റ് കാറ്റഗറി ഈസ് മാനേജീരിയൽ ഫങ്ഷൻസ് ആൻഡ് ദ സെക്കൻഡ് കാറ്റഗറി ഈസ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്. മാനേജീരിയൽ ഫങ്ഷൻസിൽ വരുന്നതാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് അല്ലെങ്കിൽ ഡയറക്ഷൻ കൺട്രോളിങ്. ഞാനത് പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് ഞാൻ പഠിച്ചിരുന്നത് പോസ്റ്റ് സി എന്നും പറഞ്ഞൊരു കോഡ് വെച്ചിട്ട്, എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് POSDC, പോസ്റ്റ് സി അല്ലെങ്കിൽ POSDC എന്തെങ്കിലുമൊക്കെ. ഞാൻ അന്ന് നോക്കി ഇങ്ങനെ എന്തുവായിരുന്നു POSDC, അതായത് പോസ്റ്റ് ഓഫീസ് SD കോളേജ്, അങ്ങനെ ആ ഒരു രീതിയിൽ ഞാൻ ജസ്റ്റ് കോഡ് ഉണ്ടാക്കിയാണ് പഠിച്ചത്. നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള കോഡൊക്കെ വെച്ചിട്ട് പഠിക്കാം. അപ്പോൾ HRMൻ്റെ മാനേജറിയൽ ഫങ്ഷൻസ് ആണ് 5 പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. ജസ്റ്റ് ഇപ്പോൾ പോയിൻറ്റ്സ് പഠിച്ചാൽ മതി. Then comes the operative functions. Operative functionsൽ വരുന്നതാണ് procurement, development, compensation, maintenance, motivation, integration. ഒന്നുകൂടെ നോക്കുക. procurement, development, compensation, maintenance, motivation, integration. ഇതും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. So as for now you just go through these headings. ഇത് ഇത്രയും ബൈ ഹാർട്ട് ചെയ്യുക. ഇതൊക്കെ എന്താണെന്ന് പിന്നീട് പഠിക്കുമല്ലോ. സോ സപ്പോസ് എക്സാമിന് വന്നാൽ ഹെഡിങ്സ് കൊടുത്ത് അതിനുള്ളിലെ കാര്യം നമ്മൾ ഭാവിയിൽ പഠിച്ചു കഴിയുമ്പോൾ അതുകൂടെ ആഡ് ചെയ്താൽ മതി ഇൻ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? മെയിനായിട്ട് അത് 4 ഹെഡ്സിലാണ് നമ്മൾ നോക്കുന്നത്. സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് അഥവാ സൊസൈറ്റൽ ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. അതിൽ ആദ്യത്തേതാണ് സോഷ്യൽ അഥവാ സൊസൈറ്റൽ ഒബ്ജക്റ്റീവ്സ്. ഇതിൽ പറയുന്നത് സോഷ്യലി അഥവാ എത്തിക്കലി റെസ്പോൺസിബിൾ ആയിരിക്കാൻ വേണ്ടിയിട്ട് സൊസൈറ്റിയുടെ നീഡ്സും വോൺസും ഒക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി സോഷ്യലി ആസ് വെൽ ആസ് എത്തിക്കലി റെസ്പോൺസിബിൾ ആയിരിക്കണം. അതേസമയം തന്നെ സൊസൈറ്റിയിൽ നിന്നും ഉണ്ടാകാവുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് കുറയ്ക്കുകയും വേണം. ഇതൊക്കെയാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. അതിൽ വരുന്ന സബ് പോയിൻറ്റ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദെൻ രണ്ടാമത്തത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ എഫക്റ്റീവ്നെസ്സിന് വേണ്ടിയിട്ട് അവിടെയുള്ള എയിംസ് അഥവാ ഒബ്ജക്റ്റീവ്സ് എന്താണോ അതിനനുസരിച്ച് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക. ഇതാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ദെൻ കംസ് ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM. ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സിലുള്ളത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ അപ്രോപ്രിയേറ്റ് ലെവലിൽ, അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉള്ള ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയൊക്കെ ഓർഗനൈസേഷൻ നീഡ്സ് എന്താണോ അതിനനുസരിച്ച് HRM സെറ്റ് ചെയ്യുക. ദെൻ ദ ലാസ്റ്റ് വൺ ഇസ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. അവിടുത്തെ എംപ്ലോയീസിൻ്റെ പേഴ്സണൽ ഗോൾസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഗോൾസ് അത് സാറ്റിസ്ഫൈ ചെയ്യാനും ശ്രമിക്കുന്നു. സോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് മെയിനായിട്ട് 4 ഒബ്ജക്റ്റീവ്സ് ആണ്. സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട സോഷ്യലി എത്തിക്കലി റെസ്പോൺസിബിൾ ആയിരിക്കാനും സൊസൈറ്റിയിൽ നിന്നുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് കമ്പനിയെ അഫക്റ്റ് ചെയ്യാതിരിക്കാനും സഹായിക്കുക. ദെൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൽ ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ്സിന് അഥവാ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ടോട്ടലായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഹ്യൂമൻ റിസോഴ്സ് മാനേജുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. ദെൻ ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആണ്, അതിനനുസരിച്ച് ഒബ്ജക്റ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്, എംപ്ലോയീസിൻ്റെ പേഴ്സണൽ നീഡ്സ് അല്ലെങ്കിൽ ഗോൾസിനനുസരിച്ച് ഉള്ള ഒരു ഒബ്ജക്റ്റീവാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ഫങ്ഷൻസ് ഏതാണെന്ന് നോക്കാം. സൊസൈറ്റൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ് ലീഗൽ കോംപ്ലയൻസ്, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിനനുസരിച്ച് വേണം നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ. അതുപോലെ നല്ല ബെനിഫിറ്റ്സ് സൊസൈറ്റിക്ക് കൊടുക്കുക, യൂണിയൻ മാനേജ്മെൻറ്റ് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോവുക.
ഇപ്പോൾ ട്രേഡ് യൂണിയൻസ് ഉണ്ടെന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, തൊഴിലാളി യൂണിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർ സമരം ചെയ്യുന്നു എന്നൊക്കെ ഇടയ്ക്ക് കേൾക്കും. അപ്പോൾ ഈ യൂണിയനും മാനേജ്മെൻറ്റുമായിട്ട് നല്ലൊരു റിലേഷൻ കൊണ്ടുപോകുക, ഇതൊക്കെയാണ് സൊസൈറ്റൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ദെൻ കംസ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അതിൽ വരുന്ന കാര്യങ്ങളാണ്, ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചില്ലേ, അതിൽ വരുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ദെൻ എംപ്ലോയി റിലേഷൻസ്, സെലക്ഷൻ, ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ്, അപ്രൈസൽ, പ്ലേസ്മെൻറ്റ്, അസസ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ചില വേർഡ്സ് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, ഞാൻ പറഞ്ഞു തരാം പിന്നീട്. ഓക്കെ, ദെൻ ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സ്. ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ് അപ്രൈസൽ, പ്ലേസ്മെൻറ്റ്, അസസ്മെൻറ്റ്. നേരത്തെ വന്നതാണ്, അത് തന്നെ ആട്ടോ റിപ്പീറ്റ് ചെയ്ത് ഇവിടെ വന്നേക്കുന്നത്. ദെൻ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിലും വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇൻഡിവിജ്വലിൻ്റെ ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും, ഇൻഡിവിജ്വലിൻ്റെ അപ്രൈസൽ, എംപ്ലോയിയുടെ പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ അഥവാ സാലറി, ദെൻ അവരുടെ അസസ്മെൻറ്റ്. ഇതൊക്കെയാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ആദ്യത്തെ സെറ്റിൽ വന്നതൊഴിച്ച് ബാക്കി പല പോയിൻറ്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് പഠിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിന് പഠിക്കാം. ലൈക്ക് അപ്രൈസൽ, പ്ലേസ്മെൻറ്റ് ആൻഡ് അസസ്മെൻറ്റ്. ഇത് മൂന്നും താഴത്തെ 3 ഒബ്ജക്റ്റീവ്സിനും, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിനും ഫങ്ഷണൽ ഒബ്ജക്റ്റീവിനും അതുപോലെ പേഴ്സണൽ ഒബ്ജക്റ്റീവിനും കോമൺ ആണ്. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ലിങ്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ, ആൻഡ് ഫൈനലി ലിമിറ്റേഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ? ലിമിറ്റേഷൻസിൽ പറയുന്ന ആദ്യത്തെ പോയിൻ്റാണ് ഇറ്റ് ഈസ് ഓഫ് റീസെൻറ്റ് ഓറിജിൻ. ഏകദേശം 1990s സെഞ്ച്വറിയുടെ ലാസ്റ്റ് ടൈമിനാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഒറിജിൻ ചെയ്തതെന്നാണ് പറയുന്നത്. സോ ഇറ്റ് ലാക്സ് യൂണിവേഴ്സലി അപ്രൂവ്ഡ് അക്കാഡമിക് ബേസ്. ഒരു യൂണിവേഴ്സലി അപ്രൂവ്ഡ് ആയിട്ടുള്ള അക്കാഡമിക് ബേസ് ഒന്നും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് അവൈലബിൾ അല്ല. അതുപോലെ ഈ HRMനെ പല ആൾക്കാരും പല രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ചില ആൾക്കാർ പറയുന്നത് പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു പുതിയ വേർഷനാണ്, പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെ ന്യൂ വേർഷനാണ് HRM എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ ട്രഡീഷണൽ പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു വേർഷനാണിതെന്നും പറയുന്നു. അങ്ങനെ പല രീതിയിലാണ് പല ആൾക്കാർ പറയുന്നത്. ഒരു റീസെൻറ്റ് ഒറിജിൻ ആയതുകൊണ്ട് തന്നെ അതിനൊരു പർട്ടിക്കുലർ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു വളരെ കൃത്യമായ വളരെ ആപ്റ്റായ ഒരു ഡെഫിനിഷൻ നമുക്ക് പറയാനില്ല. രണ്ടാമത്തത് ലാക്ക് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ് സപ്പോർട്ട്. HRM must have the support of top level management. ആക്ച്വലി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് സപ്പോർട്ട് ഉണ്ടായിരിക്കണം. The change in the attitude at the top can bring good results while implementing HRM. Because of passive attitude at the top, this work is handled by personal management people. Unless otherwise there is change in approach and attitude, nothing spectacular is going to happen. ഇപ്പോൾ സപ്പോസ് ഏറ്റവും ടോപ്പ് മാനേജ്മെൻറ്റ് സപ്പോർട്ടിങ് അല്ല എന്ന് വിചാരിക്കുക. അതായത് ഏറ്റവും ഹൈയിലുള്ള അതോറിറ്റിയിലുള്ള ആൾ സപ്പോർട്ടീവ് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവരികയോ കുറേ കാര്യങ്ങൾ ചെയ്തതോ കൊണ്ട് പ്രയോജനമില്ല. കാരണം നമ്മൾ എന്ത് തീരുമാനങ്ങൾ എടുത്താലും ഏറ്റവും ടോപ്പ് അതോറിറ്റിയിലിരിക്കുന്ന ആൾ സപ്പോർട്ടീവായിട്ട് അയാളെല്ലാം ഒന്ന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എല്ലാം ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരികയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ച് തരികയോ ചെയ്തെങ്കിൽ മാത്രമേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ പോകാൻ പറ്റൂ. സോ അൺലെസ് ആൻഡ് അൺടിൽ ദ ടോപ്പ് അതോറിറ്റി ഈസ് സപ്പോർട്ടീവ്, HRMന് പ്രത്യേകിച്ച് ഗുണങ്ങളുണ്ടാവത്തില്ല. സപ്പോർട്ടീവ് ആണെങ്കിൽ നോ ഇഷ്യൂസ്. ബട്ട് പൊതുവെ പറയാനാണെങ്കിൽ പല സ്ഥലങ്ങളിലും എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ പല തീരുമാനങ്ങളും എടുക്കുകയും ഏറ്റവും ടോപ്പ് മാനേജ്മെൻറ്റിൽ അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ അത് അംഗീകരിക്കപ്പെടുമോ എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. ചില സ്ഥാപനങ്ങൾ ഇറ്റ്സ് ഓക്കെ, ബട്ട് ഫോർ certain organization it does not happen. Then improper implementation. എംപ്ലോയീസിൻ്റെ നീഡ്സ് എന്താണോ അതിനനുസരിച്ച് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റൊക്കെ കൊടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പോളിസീസൊക്കെ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് അവിടുത്തെ എംപ്ലോയീസിൻ്റെ അഥവാ പീപ്പിളിൻ്റെ ആവശ്യം എന്താണ്, അവരുടെ ആസ്പിറേഷൻ എന്താണ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ പുതിയ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. എന്നാൽ പല സ്ഥാപനങ്ങളിലും ഇത് നടക്കാറില്ല. ലൈക്ക് റൂൾസോ പോളിസീസോ റൂൾസ് ആൻഡ് റെഗുലേഷൻസോ ഒക്കെ ഫോം ചെയ്യുന്നത് അവരവരുടെ ഇഷ്ടത്തിനാണ്. അത് അവിടുത്തെ എംപ്ലോയീസിനെ കൺസിഡർ ചെയ്തൊന്നും ആയിരിക്കണമെന്നില്ല.
ഇംപ്ലിമെൻറ്റേഷൻ ചിലയിടത്തെങ്കിലും പ്രോപ്പർ ആയിരിക്കില്ല. ദാറ്റ് ഈസ് ഇംപ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ. അതാ പറഞ്ഞത്, ദ മാനേജ്മെൻറ്റ്സ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി അപ്രോച്ച് റിമെയിൻസ് അൺഡിസ്റ്റർബ്ഡ് ഇൻ മെനി ഓർഗനൈസേഷൻസ്. ഓക്കെ. ഫോർത്ത് വൺ, ഇൻഅഡിക്വേറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് ഒത്തിരിയധികം പ്രോഗ്രാംസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസ് ആവശ്യമാണ്. ലൈക്ക് കരിയർ പ്ലാനിങ്, ജോബ് ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, കൗൺസിലിംഗ് പ്രോഗ്രാംസ്, മെനി ട്രെയിനിങ് സെഷൻസ് ആൻഡ് ഓൾ. ബട്ട് ഈ പറഞ്ഞ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഒന്നും പല ഓർഗനൈസേഷനിലും അഡിക്വേറ്റ് അല്ല. അതിൻ്റെയൊക്കെ പോരായ്മകളുണ്ട്. സോ അതൊരു ലിമിറ്റേഷനാണ്. ആൻഡ് ഫൈനലി, ഇൻഅഡിക്വേറ്റ് ഇൻഫർമേഷൻസ്. ഓർഗനൈസേഷന് അവിടുത്തെ എംപ്ലോയീസിനെ കുറിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് പോലും ഇല്ലാത്തൊരവസ്ഥ ഒരു പക്ഷേ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റാബേസ് സിസ്റ്റം ഇല്ല എന്നുണ്ടെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? മാനുവലി അവിടുത്തെ ഇൻഫർമേഷൻസും കാര്യങ്ങളുമൊക്കെ കളക്ട് ചെയ്യണം, സ്റ്റോർ ചെയ്യണം, ഒരാവശ്യമുണ്ടെങ്കിൽ റിട്രീവ് ചെയ്യണം. അതൊക്കെ പിന്നീട് ബുദ്ധിമുട്ടാണ്. സോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പക്കയായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ കഴിവതും ഒരു നല്ല സോഫ്റ്റ്വെയർ അഥവാ ഡേറ്റാബേസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ബട്ട് മിക്ക ഓർഗനൈസേഷൻസിലും അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലോ അതിൽ താഴെയോ നിൽക്കുന്ന ബിസിനസ് ഓർഗനൈസേഷൻസിന് ഈ പറഞ്ഞ ഫെസിലിറ്റീസ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ള കേസിൽ അതൊരു ലിമിറ്റേഷനാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഇത്രയും പോയിൻറ്റ്സാണ് മേജർ ലിമിറ്റേഷൻ. ഒന്ന് റീസൺ ഒറിജിൻ, അത് എല്ലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ബാക്കി 4 എല്ലാ ഓർഗനൈസേഷനിലുള്ള ലിമിറ്റേഷൻസ് അല്ല, ചിലയിടത്ത് മാത്രമുള്ള ഇഷ്യൂസാണ്. ലൈക്ക് ലാക്ക് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ് സപ്പോർട്ട്, ഇംപ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ, ഇൻഅഡിക്വേറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ആൻഡ് ഇൻഅഡിക്വേറ്റ് ഇൻഫർമേഷൻ. Okay, so that's all for today's class. Once again we shall see what we had studied. ആദ്യം നമ്മൾ നോക്കിയത് സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് HRM ആയിരുന്നു. അത് ഇമ്പോർട്ടൻസ് ഫോർ ദ ഓർഗനൈസേഷൻ നോക്കി, ഇമ്പോർട്ടൻസ് ഫോർ ദ എംപ്ലോയീസ് നോക്കി, അതുപോലെ ഇമ്പോർട്ടൻസ് ഫോർ ദ സൊസൈറ്റി നോക്കി. ആഫ്റ്റർ ദാറ്റ് ഫങ്ഷൻസ് ഓഫ് HRM ആണ് നോക്കിയത്. 2 ഫങ്ഷൻസ് ആയിരുന്നു, മാനേജറിയൽ ഫങ്ഷൻ ആസ് വെൽ as ഓപ്പറേറ്റീവ് ഫങ്ഷൻ. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM നോക്കി. 4 ഹെഡിങ്സ് ആണുള്ളത്: സൊസൈറ്റൽ ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. അതിൽ വരുന്ന സപ്പോർട്ടിംഗ് ഫങ്ഷൻസ് നോക്കി. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് HRM. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.